അപ്പോൾ നമുക്ക് ഇന്ന് ഹോങ്കോങ്ങിൻ്റെ സ്പെഷ്യൽ മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അവരിത് മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് മുട്ടയൊന്നും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. നല്ല ടേസ്റ്റ്. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ്. കാണുന്നത് പോലെ തന്നെ ഉണ്ടാക്കുമ്പോഴും അതേ രുചിയാണ്. മഞ്ഞുംകട്ടയൊക്കെ ഇങ്ങനെ കടിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരുടനെ യൂട്യൂബിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാത്ത കാരണം നമുക്ക് ഇന്നത് കാണാം. അപ്പോൾ അത് മാംഗോ പാൻ കേക്കിനായിട്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള മാമ്പഴമാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോടെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മാമ്പഴമെല്ലാം ഒന്ന് മുറിച്ച് പീസാക്കിയിട്ട് വയ്ക്കാം, തൊലിയെല്ലാം കളഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ തൊലി ചെത്താനായിട്ട് നല്ല എളുപ്പം. നല്ല പഴുത്ത മാമ്പഴം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൊലി ചെത്തിയിട്ട് ഉള്ളിൽ തന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് കഴിഞ്ഞാൽ നല്ല എളുപ്പം നമ്മുടെ പണി കഴിയും. അപ്പോൾ ഞാൻ ഒരുവിധം പഴുത്ത മാമ്പഴമൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. നാരൊന്നുമില്ലാത്ത ഇതുപോലത്തെ മാമ്പഴം ഇതുപോലെ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ കോരിയെടുക്കാനായിട്ട് പറ്റും. ഒരു കുറച്ച് ഭാഗം അവിടെ കേടുണ്ട് കേട്ടോ, കാരണം ഞാൻ ആ ഭാഗം എടുത്തിട്ടില്ല. ഇനി ബാക്കി തൊലിയിലത്തെ നമുക്ക് കോരി ടീസ്പൂൺ കൊണ്ട് തന്നെ കോരി എടുത്ത് കഴിക്കാം കേട്ടോ, ഒട്ടും വേസ്റ്റ് ആവാണ്ട് തന്നെ. പിന്നെ കത്തി കൊണ്ട് ഇതുപോലെ വരയുമ്പോൾ അടിയിൽ തൊലിയുടെ അടിയിലേക്ക് പോകാണ്ട് ശ്രദ്ധിക്കണ്ട. അപ്പോൾ നമ്മുടെ കൈയടിയിലുണ്ട്, അതിലേക്ക് കുറയാണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ടെക്സ്ചറിൽ ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ആ മാമ്പഴങ്ങളെല്ലാം നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ഷീറ്റാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ, ഈ ഒരു അളവുകൊണ്ട്. ഇനി 1/2 കപ്പ് മൈദമാവിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ അവിടെ ഒഴിക്കുന്നത്. ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ 1 കപ്പ് എടുക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ചേർക്കണത്. 1/4 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനി മിക്സാക്കാൻ നമ്മൾ ബാക്കി വെള്ളം കൊണ്ടാണ് മിക്സാക്കണത്. അപ്പോൾ പാതി അളവിൽ നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. ബാക്കി 1/4 കപ്പിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇനി മിക്സാക്കി എടുക്കുക. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ അവർ യെല്ലോ ഫുഡ് കളറൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. മഞ്ഞയ്ക്ക് എപ്പോഴും ഈ മഞ്ഞൾപ്പൊടി തന്നെ മതി കേട്ടോ, അത് ധാരാളമാണ്. അതായത് കറക്റ്റ് നല്ലൊരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ വല്ലാണ്ട് കളർ ഇപ്പോൾ കൂട്ടാൻ നിൽക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു പരുവത്തിൽ വല്ലാണ്ട് ലൂസുമല്ല വല്ലാണ്ട് കട്ടിയല്ലാത്തൊരു പരുവത്തിൽ. പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കല്ലേ വേണ്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിൽ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതെവിടെ ഇരിക്കട്ടെ, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ചിറ്റിച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ചിറ്റിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാനിൽ അധികമായിട്ട് നിൽക്കരുത്. ജസ്റ്റ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തടവി കൊടുത്തതാണ്. ഇനി അതിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചെടുക്കുക. അപ്പോൾ ചിറ്റിക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഫ്ലോ ആയി പോകരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ചുറ്റി അവിടെ നിൽക്കണം, അങ്ങനെ ഒരു പരുവത്തിൽ, വല്ലാണ്ട് കട്ടിയോ അല്ലാത്ത രീതിയിൽ ഇതൊന്ന് ആയി വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം. നമുക്കത് ഈ ഒരു കയ്യിലും കൂടെ ഒന്ന് എണ്ണ പരച്ചുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോരി വെച്ചിട്ടുള്ള സമൂസ ആരെങ്കിലും റെഡിയായി, അത് പൊട്ടിപ്പോയ ആരെങ്കിലും ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അത് അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് എഴുതിയോളൂ കേട്ടോ, അത് റെഡി ആവുന്നുണ്ടോ നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് അറിയാനാണ്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ടിയുള്ള ഭാഗം ചിറ്റിച്ച് വെച്ച ആ കട്ടിയുള്ള ഭാഗത്തു നിന്ന് ഇത് കോരിയെടുത്തിട്ട് മറച്ചിട്ടാൽ മതി. അപ്പോൾ കനം കുറവാണെങ്കിൽ ആ ഭാഗത്തു നിന്ന് കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചുറ്റി അവസാനിച്ച ഭാഗം കട്ടിയുണ്ടാവും, അവിടെ നിന്ന് ഇതേ മറച്ചിട്ടിട്ട് അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കണ്ടത് നല്ല മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല സിൽക്കായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കളറും ആയിട്ടുണ്ട്. ഇനി ഇതാ ആ മാമ്പഴത്തിൻ്റെ പീസുകൾ ഞാൻ ചെറിയതാക്കിയിട്ടാണ്. ഞാൻ ആദ്യത്തെ ഷീറ്റ് ഉണ്ടാക്കിയത് കുറച്ച് ചെറുതായി പോയി. പിന്നത്തെ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയതായിട്ട് ഉണ്ടാക്കണം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് 4 പീസ് മാമ്പഴം തന്നെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ, അതിൻ്റെ ഇടയിലും ആ മാമ്പഴ പീസുകളുടെ ഇടയിലും മുകളിലൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷീറ്റ് 4 സൈഡിൽ നിന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഷീറ്റ് പെട്ടെന്ന് ഒട്ടി നിന്നോളൂ കേട്ടോ, കാരണം അതിൽ ആ വിപ്പിംഗ് ക്രീം ആയ കാരണം അതിലിങ്ങനെ ഒട്ടിനെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് മാംഗോ പാൻ കേക്ക്. അപ്പോൾ ആദ്യത്തെ എൻ്റെ റെഡി ആയില്ല, അത് കുഞ്ഞേ ഷീറ്റായ കാരണം അടയ്ക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അതേ കറക്റ്റായിട്ട് ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് രണ്ടാമത്തെ ഷീറ്റ് നല്ല അടിപൊളിയായി വന്നു.
അപ്പോൾ അതേ ഇത് ആദ്യത്തെ ഷീറ്റാണ്. ഈ ഷീറ്റിൽ ഞാൻ മാമ്പഴത്തിൻ്റെ പീസ് ഇങ്ങനെ വലിയതാക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ചു. എന്നിട്ട് ഇതുപോലെ തന്നെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാൻ നോക്കിയപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ മാമ്പഴം കുഞ്ഞേ പീസാക്കിയിട്ട് വെക്കാൻ നല്ലത്. പിന്നെ അതുപോലെ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വലുത് ഉണ്ടാക്കണം, അപ്പോൾ അടയ്ക്കാൻ മാത്രം. അപ്പോൾ അത് ഞാൻ അടച്ചില്ല, പക്ഷേ ഇത് വേറൊരു ഷേപ്പായി, ബോക്സ് പോലെ ഒരു ഷേപ്പായി എന്ന് മാത്രം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്കിന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.